നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിലെ റിവിഷനാണ്. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ്, ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിൾ രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉണ്ട്. രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം ഉണ്ട്. ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സൈഡും ഒരാങ്കിളാണ് തന്നതെങ്കിൽ, രണ്ട് സൈഡ് തന്നിട്ടില്ല, ഒരു സൈഡും ഒരാങ്കിളാണ് തന്നതെങ്കിൽ എങ്ങനെ ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരാങ്കിള് 45 ആണെങ്കിൽ നമുക്കറിയാം മറ്റേ ആംഗിളും 45 വരും. ഒന്ന് ഓൾറെഡി 90 ആണല്ലോ റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ. അപ്പോൾ 45, 90 ഈ രീതിയിൽ ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ വരുന്നത് 1:1:√2 എന്നാണ്. എന്ന് വെച്ചാൽ 45 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് 1 വരും, 90 ഓപ്പോസിറ്റ് √2 വരും. ഈ രീതിയിലാണ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാംഗിൾ 45 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സൈഡും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 90 ഓപ്പോസിറ്റുള്ള സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സൈഡ് നമുക്ക് ഈ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതേപോലെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരാംഗിൾ 30 ആണെങ്കിൽ നമുക്ക് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഒരാംഗിൾ ഇപ്പോൾ 30 ആണെങ്കിൽ മറ്റേ ആംഗിൾ നമുക്കറിയാം 60 ആണ്, ഒന്ന് 90 ആയിരിക്കുമ്പോൾ. അപ്പോൾ 30, 60, 90 ഈ രീതിയിലെ ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ 1:3:2 ആയിരിക്കും. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 1√3 ആണ്, 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. അപ്പോൾ 30, 60, 45 ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇതൊന്നും അല്ലാത്ത വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ റേഷ്യോ പഠിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് സൈന്, കോസ്, ടാൻ ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആംഗിൾ തന്ന ആംഗിൾ എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് തന്ന ആംഗിൾ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണ് സൈൻ. ഇനി നമുക്ക് തന്ന ആംഗിൾ അഡ്ജസൻറ്റ് സൈഡാണ്, ആംഗിളും അഡ്ജസൻറ്റ് സൈഡാണ് തന്നതെങ്കിൽ, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് കോസ് റേഷ്യോ എടുത്താൽ മതി. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിൻ്റെ അടുത്തുള്ള സൈഡ്, ഹൈപ്പോട്ട്ന്യൂസ് അല്ലാത്ത മറ്റേ സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. സൈന് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്, ടാന് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്, കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ സോക്കാട്ടോ എന്നുള്ള ചൈനീസ് വേർഡ് പോലെ ഓർത്ത് വെച്ചാൽ മതി. സോ എന്ന് വെച്ചാൽ സൈന് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഇനി ഖ എന്ന് പറഞ്ഞാൽ കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണെങ്കിൽ കോസ് എടുത്താൽ മതി. ഇപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ട്ന്യൂസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് കണ്ടുപിടിക്കണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അപ്പോൾ കോസ് എടുത്താൽ മതി. ടോ എന്ന് പറയുമ്പോൾ TOA. സോ ഖ എന്നൊക്കെ പറയുമ്പോൾ ഹ് എന്നുള്ളൊരു സൗണ്ട് ലാസ്റ്റ് വരുന്നത്. ടോ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് A ആണ്. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, ടാന് ഓപ്പോസിറ്റ് ബൈ A അഡ്ജസൻറ്റ്. സോക്കാട്ടോ ഓർത്ത് വെച്ചാൽ മതി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ലാസ്റ്റ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് 2r sin A. ഇതിൽ r എന്ന് പറയുന്നത് ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതറിയെങ്കിൽ 2r sin A ചെയ്താൽ മതി. ഇനി സീൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r sin C ആയിരിക്കും. ആംഗിൾ ബീൻ്റെ ഓപ്പോസിറ്റുള്ള ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 2r sin B ആയിരിക്കും. അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റേഡിയസാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് 2r sin A ആണെങ്കിൽ അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, കോഡിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ സൈൻ ഇട്ടിട്ട് സൈഡിൻ്റെ ലെങ്ത്ത് എഴുതിയിട്ട് r കണ്ടുപിടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഡയാമീറ്ററാണ് ചോദിക്കുന്നതെങ്കിൽ 2r എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണല്ലോ, r റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 2r, അത് ഡയാമീറ്ററാണ്. 6 റേഡിയസും 2r ഡയാമീറ്ററുമാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഇതിലെ ക്വസ്റ്റ്യൻസാണ്. പിന്നെ
ക്വസ്റ്റ്യൻ മെയിനായിട്ട് വരുന്നത് ആംഗിൾ ഓഫ് ഇലവേഷനും ഡിപ്രഷൻ വെച്ചിട്ടാണ്. ആംഗിൾ ഓഫ് ഇലവേഷൻ ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റൈസ് വ്യൂ. നമ്മൾ സ്ട്രെയിറ്റ് വ്യൂവും റൈസ്ഡ് വ്യൂവും മുകളിലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പം ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് ലോവർ വ്യൂ. സ്ട്രെയിറ്റ് വ്യൂവും ലോവർ വ്യൂവും തമ്മിലുള്ള, നേരെ നോക്കുന്നതിന് പകരം താഴോട്ട് നോക്കുക, ലോവർ വ്യൂവും അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എ ബോയ് 1 meters tall standing at the top of a building 20 meters high sees a car parked on the road at an angle of depression 30 degree. How far away from the bottom of the building is the car parked? ഒരു ബോയിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 1 meters tall ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ബോയിനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണം. സ്റ്റാൻഡിങ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ബിൽഡിംഗ് 20 meters ഹൈസ്, 20 meter ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. 20 meter ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ 1.5 meter ടോൾ ആയിട്ടുള്ള ഒരു ബോയ് നിൽക്കുന്നു. എ കാർ ഈസ് പാർക്ക്ഡ് ഓൺ ദി റോഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 degree. ആ ബോയ് സീസ് എ കാർ, ഒരു കാർ കാണുന്നുണ്ട്. അതെവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്? കാറിൻ്റെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ എവിടെയാണ് നമുക്കറിയില്ല. അതിന് നമുക്കൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. കാർ എവിടെയാണ് പാർക്ക് ചെയ്തത്, ഡോട്ട് ഇട്ട് കൊടുക്കാം. ഈ കാറ് ബോയ് മുകളിൽ നിന്ന് കാണുകയാണ്. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30. നേരെ സ്ട്രെയിറ്റ് വ്യൂവിന് പകരം ലോവേർഡ് വ്യൂ ആണ് വരിക. സ്ട്രെയിറ്റ് വ്യൂ അല്ല, നേരെ നോക്കിയാൽ നമുക്ക് കാറ് കാണാൻ പറ്റില്ല, താഴോട്ട് നോക്കണം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് വ്യൂവും ഡൗൺവേർഡ് വ്യൂവും ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇതാണ് 30 വരിക. അല്ലാതെ ഇവിടുന്ന് പോയി താഴോട്ട് നോക്കുമ്പോഴുള്ള ആംഗിളാണെന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ടുപോയി വരയ്ക്കരുത്. സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കുക. സ്ട്രെയിറ്റ് വ്യൂവിന് പകരം ലോവേർഡ് വ്യൂ. താഴോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ബിറ്റ്വീൻ ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇവിടെയാണ് 30 വരിക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ ഫാർ അവേ ഫ്രം ദി ബോട്ടം ഓഫ് ദി ബിൽഡിങ്ങിൻ്റെ ബോട്ടം, താഴെ നിന്നും ഹൗ ഫാർ, എത്ര അകലെയാണ് ഈസ് ദ കാർ പാർക്ക്ഡ്, എത്ര അകലെയാണ് കാർ പാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിത് ഈ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഒരു ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തുള്ള ആംഗിൾ നമുക്കറിയാം. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ 2 പാരലൽ ലൈൻസിന് ഒരു ലൈന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതും 30 തന്നെ വരും. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ടോട്ടൽ 90 ആണ് വരിക. ഇതിൽ 30 വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ വരുന്നത് 60 ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എടുത്തിട്ടും ചെയ്യാം. ഏത് ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസറിന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നത്. 20ഉം 1.5ഉം 20 1.5. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 30ൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ടത് 30ൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് tan ആണ്. അപ്പോൾ tan 30 ആണ് എടുക്കുന്നതെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 21.5 ആണ്. ആ സൈഡിൻ്റെ ലെങ്ത്ത് വരുന്നത് ബൈ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ 30ൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. 30ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡീനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ ഒറ്റയ്ക്കാക്കുക. 21.5 റൈറ്റിലുണ്ട്. ഡീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് tan 30 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ tan 30ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് പേജിൽ തന്നിട്ടുണ്ടാവും. 21.5 ബൈ tan 30 എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് പേജ് നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും. tan 30 എന്ന് പറയുമ്പം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുണ്ട്. tan ആയതുകൊണ്ട് ലാസ്റ്റ് കോളത്തിലാണ്. 0.5774. നമുക്ക് 0.577 എടുക്കാം, അല്ലെങ്കിൽ 2 ഡിജിറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ 57. അത് കഴിഞ്ഞിട്ട് 7 ആണുള്ളത്, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മളോട് ഒന്ന് കൂട്ടണം. അപ്പോൾ 0.58 എന്നുള്ള വാല്യൂ എടുത്താൽ മതി. 0.58. ഇപ്പോൾ പോയിൻ്റ് വരുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വന്നാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 0 പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക.
2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 20 വരുന്ന നമ്പർ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ താഴെയുള്ള പോയിൻ്റ് ക്യാൻസൽ ആവും, 58 ആവും. മുകളിലുള്ളത് എന്താവും? മുകളിലുള്ളത് ഒരു പോയിൻ്റ് അല്ലേ ഉള്ളൂ, ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ 215 വരും. 2 0 ഉള്ള 100 അല്ലേ, അപ്പോൾ ഒരു പോയിൻ്റ് മുന്നോട്ട് നീങ്ങി ഒരു 0യും കൂടെ ഉണ്ട്, ഒരു 0 അവിടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. 2150നെ 58 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി പറ്റും. അത് രണ്ടും ഈവൺ നമ്പറാണ്. പകുതിയാക്കി കഴിഞ്ഞാൽ 1025 കിട്ടും. അതിനെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിതിൻ്റെ ഹൈറ്റ് കിട്ടും. അത്രയും മീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ്, അത്രയും മീറ്റർ ആയിരിക്കും ബിൽഡിങ്ങിൻ്റെ ബോട്ടംത്തു നിന്ന് കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ്. എത്ര ദൂരെയാണെന്ന് ചോദിച്ചാൽ അത്രയും മീറ്റർ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ അത്രയും മീറ്റർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ 21.5 √3. √3ൻ്റെ വാല്യൂ കൊടുത്തിട്ട് ചെയ്താൽ കറക്റ്റ് അത്രയും മീറ്റർ എന്ന് കിട്ടും. √0 പറഞ്ഞാൽ tan 30ൻ്റെ വാല്യൂ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a triangle with angles 50, 60, 70, the ratio of sides is sin 50, sin 70, sin 60, sin 70. സ്റ്റേറ്റ്മെൻറ്റ് 1 അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 50, 60, 70 വന്നാൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ sin 50, sin 60, sin 70 വരുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 50ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് 2r sin 50 ആയിരിക്കും. r എന്ന് പറഞ്ഞാൽ 2 × r × sin 50 ചെയ്താൽ നമുക്ക് ഈ സൈഡിൻ്റെ ലെങ്ത്ത് കിട്ടും. r എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2r sin 60 ആയിരിക്കും. അപ്പോൾ 70ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക? 2r sin 70. 2r sin 70ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2r sin 70 ആയിരിക്കും. ഈ രീതിയിൽ സൈഡ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ റേഷ്യോ വരുമ്പോൾ 2r sin 50, 2r sin 60, 2r sin 70 എന്ന് വരും. അപ്പോൾ എല്ലാത്തിലും 2r ഉള്ളതുകൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് റേഷ്യോയിൽ കോമൺ ഫാക്ടറിനെ ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ sin 50, sin 60, sin 70 വരും. അപ്പോൾ അത് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ. ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ ഇപ്പോൾ ഈ സൈഡിൽ ലെങ്ത് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈൻ വാല്യൂവിൻ്റെയും അതേപോലെ എന്തിൻ്റെയും പ്രൊഡക്റ്റാണെന്ന് പറയുന്നത്. ആൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണ്? റേഡിയസ് 6 ആണെങ്കിൽ അതിൻ്റെ ഡയാമീറ്റർ വരെ 2 × r ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത റേഡിയസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡയമീറ്റർ കിട്ടും. അപ്പോൾ 2r sin a. അപ്പോൾ സൈഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഈക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, 2 ഈസ് ഫോൾസ്. തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്, 2 ഈസ് ട്രൂ. രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 1നുള്ള റീസൺ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. ലാസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 1നുള്ള റീസൺ ഇതല്ലാന്ന്. ഇത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 1നുള്ള ഇക്വേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1നുള്ള റീസൺ കാരണം കോഡിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത്ത് 2r സൈൻ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈൻ വാല്യൂ ആയതുകൊണ്ടാണ് അതിൻ്റെ റേഷ്യോ രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ മാൻ 1.6 meters ടോൾ, 1 meter ഹൈറ്റുള്ള ഒരു മാന്. അപ്പം മാൻ്റെ ഹൈറ്റ് തന്നതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കണം. 1.6 meter ആണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി റിവർ ബാങ്ക്, ഒരു റിവർ ബാങ്കിൻ്റെ എഡ്ജിൽ നിൽക്കുന്നു. അപ്പോൾ എഡ്ജിൽ എന്ന് പറഞ്ഞാൽ ഒരെൻഡിലാണ് ഈ മാന് നിൽക്കുന്നത്. സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീൻ്റെ ടോപ്പ് കാണുന്നുണ്ട്. അറ്റ് ദി എഡ്ജ് ഓഫ് അതർ ബാങ്ക്, അതിൻ്റെ മറ്റേ അറ്റത്താണ് ട്രീ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് കാണുന്നുണ്ട്, ട്രീൻ്റെ ടോപ്പ് കാണുന്നുണ്ട്. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇലവേഷനിലാണ് കാണുന്നത്. അപ്പോൾ മുകളിലോട്ട് നോക്കിയിട്ടാണ് കാണുന്നത്. ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറഞ്ഞാൽ നേരെ നോക്കുന്നതിന് പകരം മുകളിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ. സ്ട്രെയിറ്റ് വ്യൂവും റൈസ്ഡ് വ്യൂവും അതിൻ്റെ ബിറ്റ്വീൻ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുന്നത്. അത് 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്.
ഓക്കെ. സ്റ്റെപ്പിംഗ് ബാക്ക് 20 മീറ്റേഴ്സ്. 20 മീറ്റർ ബാക്കോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കോട്ട് വരയ്ക്കണം. അവിടെ സ്ഥലമില്ല. അപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സെൻട്രലായിട്ട് വരയ്ക്കാൻ നോക്കാം. സ്റ്റെപ്പിംഗ് ബാക്ക് 20 മീറ്റർ. അപ്പോൾ ഇത് 20 മീറ്ററാണ്. 20 മീറ്ററാണ്. അപ്പം മാൻ്റെ ഹൈറ്റ് 1.6. 20 മീറ്റർ ബാക്കോട്ട് നടന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇവിടെയും 1.6 ഉള്ള മാൻ തന്നെ വരും. ഹീ സീസ് ഇറ്റ് ആൻഡ് ആംഗിൾ ഓഫ് ഇലവേഷൻ 35. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പം ഈ ട്രീ കാണുന്നത് എത്ര ഡിഗ്രി ആംഗിളാണ്? 35 ഡിഗ്രി ആംഗിളാണ്. ഇത് കുഞ്ഞ് പിക്ചറായി പോയിട്ടുണ്ട്. ഇത് നീറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ പിക്ചർ കിട്ടും നമുക്ക്. ഒരു റിവറിൻ്റെ എഡ്ജിൽ ഒരു മാൻ നിൽക്കുന്നു, 1.6 മീറ്റർ. മറ്റേ അറ്റത്ത് ട്രീ ഉണ്ട്. അപ്പോൾ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇലവേഷൻ 70 ഡിഗ്രിയിൽ ട്രീൻ്റെ ടോപ്പ് കാണുന്നു. 20 മീറ്റർ ബാക്കോട്ട് നടന്നപ്പം ഈ ട്രീൻ്റെ ടോപ്പ് കാണുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇലവേഷൻ 35 ആണ്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? എ ക്വസ്റ്റ്യൻ റഫ് ഫിഗർ വരയ്ക്കാനാണ്. അപ്പോൾ ഒരു മാർക്ക് കിട്ടും. ബി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി വിഡ്ത്ത് ഓഫ് ദി റിവർ. ഈ റിവറിൻ്റെ വിഡ്ത്ത് കാണണം. അപ്പോൾ നമുക്ക് അറിയില്ല, വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അതേപോലെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രീ, ഇത് രണ്ടും കണ്ടാലാണ് 4 മാർക്ക്. അപ്പോൾ ട്രീൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ മുതൽ ഇവിടം വരെ ഒരളവുണ്ട്. അതിൻ്റെ കൂടെ ആ മാൻ്റെ ഹൈറ്റും കൂടെ കൂട്ടിയാലാണ് നമുക്ക് ട്രീൻ്റെ ഹൈറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതിനെ വൈ എന്ന് വിളിക്കാം. അതിൻ്റെ കൂടെ മാൻ്റെ ഹൈറ്റും കൂടെ കൂട്ടണം. ഇവിടം മുതൽ ഇവിടം വരെ നമുക്ക് കണ്ടുപിടിക്കാം, കാരണം റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. അത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഒരു ആംഗിൾ 17 തന്നിട്ടുണ്ട്. ഒരു സൈഡും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇപ്പുറത്ത് 110 അല്ലേ വരിക? ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഒരു ലൈൻ കട്ട് ചെയ്യല്ലേ, ലീനിയർ പയേഴ്സ് അല്ലേ. ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ 70 ആണെങ്കിൽ ഇപ്പുറത്ത് 110 ഡിഗ്രി വരുമല്ലോ. ഇത് 110 ഡിഗ്രി ആയിരിക്കും. ഇപ്പുറത്ത് 70 ആയതുകൊണ്ട് ഇപ്പുറത്ത് 110 ആയിരിക്കും. അപ്പോൾ ഇത് 110 വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 2 ആംഗിളും കൂടെ കൂട്ടിയാൽ 70 കിട്ടണം. അതിലൊന്ന് 35 തന്നിട്ടുണ്ട്. അപ്പം 70 ആവണമെങ്കിൽ 70 - 35 ചെയ്താൽ 35 തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പുറത്തും 35 തന്നെ വന്നു. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ നോക്കിക്കേ. ട്രയാങ്കിൾ 2 ആംഗിൾസ് ഈക്വലായി. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ 35 ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും 35 ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഈ മാന് 20 മീറ്ററാണ് ബാക്കോട്ട് നടന്നത്. എന്നിട്ട് ട്രീൻ്റെ ടോപ്പ് നോക്കുമ്പോഴാണ് 35 ഡിഗ്രി കണ്ടത്. അപ്പോൾ ഇത് 20 ആണ്. ഇത് 20 ആണെങ്കിൽ ഇതും 20 ആയിരിക്കും, കാരണം 2 ആംഗിൾസും 35 ആണ്. അപ്പോൾ ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. താഴെ 20 വന്നാൽ ഇവിടെയും 20 വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് കിട്ടി. ഇത് ഹൈപ്പോട്ന്യൂസ് അല്ലേ, 90ക്ക് ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ന്യൂസ് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. നമുക്ക് തന്ന ആംഗിൾ 70 ആണ്. 70ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വൈ വരുന്നത്. അപ്പോൾ കണ്ടുപിടിക്കുക. അതേപോലെ ഈ എക്സ് വിടുത്ത് വരുന്നതോ 70 ഡിഗ്രിയാണ് ആംഗിൾ തന്നത്. വിടുത്ത് എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ 70 ഡിഗ്രി ആംഗിളല്ലേ നമുക്ക് തന്നത്, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. 70ൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ എന്താണ്? അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ കോസാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? cos 70 കണ്ടാൽ മതി. cos 70 = അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ എക്സ് ബൈ ഹൈപ്പോട്ന്യൂസ്, x/20 എന്ന് വരും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ cos 70ൻ്റെ അടുത്തോട്ട് ആ /20 ഇങ്ങോട്ട് കൊണ്ടുവരിക. കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് എന്ന് പറയുന്ന സൈഡാണ്. അപ്പോൾ ആംഗിൾ 70 ആണ് തന്നത്. 70ൻ്റെ അഡ്ജസൻറ്റ് സൈഡാണത്. അപ്പോൾ cos 70 എടുത്തു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് എക്സ് വരും ബൈ ഹൈപ്പോട്ന്യൂസ്. 70 എന്നുള്ള ആംഗിൾ ഇവിടെ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് എലിവേഷൻ 70 തന്നതുകൊണ്ട് ഇത് 70 ഡിഗ്രി ആംഗിളാണ്. ഇത് 70 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഈ അഡ്ജസൻറ്റ് സൈഡ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിലെ ട്രീൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇതാണ് ട്രീൻ്റെ വിഡ്ത്ത്. ഒരറ്റത്ത് മാൻ നിൽക്കുന്നുണ്ട്, മറ്റേ അറ്റത്ത് ട്രീ ഉണ്ട്. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രിയിൽ ട്രീൻ്റെ ടോപ്പ് കണ്ടു. അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കണം, അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് /20 ആണ് ഹൈപ്പോട്ന്യൂസ്.
അത് കോസ് ആയതുകൊണ്ട് കോസ് 70 നമ്മളെടുത്തു. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എഴുതി. അപ്പോൾ വിഡ്ത്ത് കണ്ടുപിടിക്കണം, എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ കോസ് 70 അടുത്തോട്ട് എന്തിനെ കൊണ്ടുവരിക, 20 കൊണ്ടുവരിക. ബൈ 20 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 20 ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, കോസ് 70 ഇൻറ്റു 2, കോസ് 70ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും 0.3420 എന്നുണ്ട്. വേണമെങ്കിൽ പോയിൻറ്റിന് ശേഷം ഒരു 2 ഡിജിറ്റ് എടുത്തിട്ട് ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0.34 ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിവറിൻ്റെ വിഡ്ത്ത് കിട്ടും. അത്രയും മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ട്രീൻ്റെ ഹൈറ്റാണ്. ട്രീൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ആദ്യം കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ കൂടെ 1.6 കൂടെ കൂട്ടിയാൽ ട്രീൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പം ഈ ഒരു സൈഡിന് നമുക്ക് വൈ എന്ന് വിളിക്കാം, മറ്റേത് എക്സ് വിളിച്ചുകൊണ്ട് ഇത് വൈ വിളിക്കാം. തന്ന ആംഗിൾ 70 ആണ്. 70ൻ്റെ ഓപ്പോസിറ്റാണ് വൈ വരുന്നത്. ഹൈപ്പോട്ന്യൂസ് ആണ് തന്നത്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സൈനാണ്. അപ്പോൾ സൈൻ 70 ആണ് കാണേണ്ടത്. 70ൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ. അപ്പോൾ സൈൻ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് വൈ ആണ്, ഹൈപ്പോട്ന്യൂസ് 20 ആണ്. വൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വൈനെ അവിടെ നിർത്തുക. സൈൻ 70 ലെഫ്റ്റിലുണ്ട്, ബൈ 20 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 20 ഈക്വൽ ടു വൈ കിട്ടും. സൈൻ 70ൻ്റെ വാല്യൂ എടുക്കുക. സൈൻ 70ൻ്റെ വാല്യൂ ലാസ്റ്റ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് എത്രയാണ്, 0.9397. അപ്പം 93 വെച്ചിട്ട് നിർത്തുകയാണെങ്കിൽ അടുത്ത നമ്പർ 9 ആണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പം 5ൽ കൂടുതലുള്ള നമ്പർ ആയതുകൊണ്ട് ഒന്ന് കൂട്ടാം. 93 എന്നുള്ളത് 94 ആക്കാം. അപ്പോൾ 0.94 ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മീറ്റർ ആയിരിക്കും ഈ വൈൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ട്രീൻ്റെ ഹൈറ്റ് ആ ആൻസറും വൈൻ്റെ ആൻസറും അതിൻ്റെ കൂടെ ഒരു 1.6 കൂടെ കൂട്ടണം. അതിൻ്റെ കൂടെ ഹൈറ്റ് ഓഫ് ദി ട്രീ അതിൻ്റെ കൂടെ ഒരു 1.6 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രീൻ്റെ ഹൈറ്റ് കിട്ടും. അത്രയും മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇത് സ്വന്തമായിട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, കുറച്ച് നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും, എന്നാലും അത് കിട്ടും. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയാമീറ്ററിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. സർക്കിൾ വരച്ചിട്ടുണ്ട്. ഡയാമീറ്ററിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ കോഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ഒരു സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 2r സൈൻ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈനാണ്. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നത് കോഡ് 6 ആണ്. അപ്പം 2r സൈൻ എ ചെയ്താലാണ് ഈ 6 കിട്ടുക. അപ്പോൾ നമുക്ക് 2r സൈൻ എ ചെയ്താൽ 6 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 2r ഇൻറ്റു സൈൻ എ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 2 ആംഗിൾ തന്നിട്ടുണ്ട്, 15, 55. അപ്പോൾ 105 ആയി. ബാക്കി 75 അല്ലേ ആംഗിൾ എ ഉണ്ടാവുക. അപ്പോൾ സൈൻ 75 അതിൻ്റെ വാല്യൂ കൊടുത്തു. അത് ചെയ്താൽ 6 സെൻറ്റിമീറ്റർ കിട്ടും. 75ന് ഓപ്പോസിറ്റുള്ള കോഡിൻ്റെ ലെങ്ത്ത് 2r സൈൻ 75 ആണ്. അത് 6 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 6 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ 2r കണ്ടുപിടിക്കുക. 2r ആണ് ഡയമീറ്റർ. 6 റേഡിയസ് ആണെങ്കിൽ അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡയമീറ്റർ കിട്ടും. അപ്പോൾ 2r കണ്ടാൽ മതി. 6 ബൈ ഇൻറ്റു സൈൻ 75. സൈൻ 75ൻ്റെ വാല്യൂ കൂടെ കൊടുത്താൽ മതി കേട്ടോ. ബൈ സൈൻ 75 വരും. 6നെ സൈൻ 75ൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിൻ്റ് വരും. അപ്പോൾ 0 വരുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിൻ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഡയാമീറ്റർ കണ്ടുപിടിക്കാം. ഡയാമീറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ബി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി അതർ 2 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ടു എ മില്ലിമീറ്റർ. ബാക്കിയുള്ള 2 സൈഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 55ന് ഓപ്പോസിറ്റുള്ള സൈഡ് 2r സൈൻ 55 ആയിരിക്കും. 2r നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതിനെ സൈൻ 55ൻ്റെ വാല്യൂ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി മറ്റേ സൈഡ് 2r സൈൻ 50ൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് സൈൻ 50 ആയിരിക്കും. അതിന് 2r എത്രയാണോ അതിനെ സൈൻ 50ൻ്റെ വാല്യൂ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മീറ്ററിലാണ് കിട്ടുക. ഇതൊക്കെ സെൻറ്റിമീറ്ററിലാണ് കിട്ടുക. 6 സെൻറ്റിമീറ്റർ ആണല്ലോ തന്നത്. അപ്പോൾ ഇതും സെൻറ്റിമീറ്ററിൽ കിട്ടും. എത്ര മില്ലിമീറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് മാറ്റാൻ 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു പോയിൻ്റ് 1 ഡിജിറ്റ് മുന്നോട്ട് നീങ്ങും. അത്രയും മില്ലിമീറ്റർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ടാസ്ക് ആയി തന്നതായിരുന്നു. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സെപ്പറേറ്റ് വീഡിയോ തരാം അതിന്. ഓക്കെ, ബൈ.